സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. In large organization there are a number of divisions or department. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ വൺ ഡിവിഷൻ മേ ട്രാൻസ്ഫർ ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു അനദർ ഡിവിഷൻ. ഒരു ഡിവിഷൻ മറ്റൊരു ഡിവിഷൻ എന്ത് ചെയ്യും? പ്രൊഡക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ സർവീസുകൾ ട്രാൻസ്ഫർ ചെയ്യും. ഇൻ സച്ച് എ കേസസ് എ ക്വസ്റ്റ്യൻ അറൈസസ് ആസ് അറ്റ് വാട്ട് പ്രൈസ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഡിവിഷൻ വിത്തിൻ ദി സെയിം കമ്പനി. ഏത് പ്രൈസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യും. അപ്പോൾ അത്തരം കേസിൽ അറൈസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ദി പ്രൈസ് ദാറ്റ് വൺ സെഗ്മെൻറ്റ് ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജസ് ഫോർ പ്രൊഡക്റ്റ് ഓർ സർവീസ് സപ്ലൈഡ് ടു അനദർ സെഗ്മെൻറ്റ് ഓർ ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി സെയിം ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്റ്റോ സർവീസോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന പ്രൈസിനെ സൂചിപ്പിക്കുന്നതാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ആൻ ഇൻറ്റേർണൽ ഡിവിഷണൽ ചാർജ് അറ്റ് വിച്ച് വൺ ഡിവിഷൻ സെൽസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു അനദർ ഇൻ ദി സെയിം കമ്പനി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിലൊന്നാമത്തത് പ്രോഫിറ്റബിലിറ്റി. Transfer pricing should pay close attention to the profitability of both the divisions of the organization. Since both the divisions belong to the same firm, thus the item, goods and service can be configured at any arbitrary price. Okay, the next one ആണ് taxation എന്നുള്ളത്. The transfer price will also have a bearing on taxation. A proper transfer pricing will help you offset the tax liability of one division with an equivalent one on the other. Okay, അതായത് ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് ലയബിലിറ്റി ഓഫ്സെറ്റ് ചെയ്യുവാൻ സാധിക്കും. വൺ ഓഫ് ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ട്രാൻസ്ഫർ പ്രൈസിംഗ് ഈസ് ടു മാക്സിമൈസ് ദി ഓവറോൾ ടാക്സ് പ്രോഫിറ്റ് ഓഫ് യുവർ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ദി ട്രാൻസാക്ഷൻ ആർ നോട്ട് ഗവേൺഡ് ബൈ ഓപ്പൺ മാർക്കറ്റ് കൺസിഡറേഷൻ. ദിസ് ഹെൽപ്പ് യു ഇംപ്രൂവ് അപ്പോൺ ദി ടാക്സേഷൻസ് ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഗോൾ കൺഗ്രൻസ് ആണ്. ദറ്റ് ഈസ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ കേസിൽ ദി ഫോക്കസ് ഷുഡ് ബി സച്ച് ദാറ്റ് ദി പ്രോഫിറ്റ് മാർജിൻ ഓഫ് ദി സബ് ഡിവിഷൻസ് ഇൻക്രീസ് വൈൽ ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ദി ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പാരൻ്റ് ഓർഗനൈസേഷൻ. പാരൻ്റ് ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റിയെ തകർക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇൻക്രീസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. നെക്സ്റ്റ് വൺ performance evaluation of individual units. Transfer pricing can be one of the best options to arrive at a best possible appraisal of the individual division. That is, this can be help guide efficient decision making. Some of the areas that transfer pricing can assist the performance appraisal and a performance management includes appraising the managerial performance of the divisions, evaluation of the contributions of the individual entities for the overall profit of the company, and assessment of the worth of the each divisions as an individual unit. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെയും പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുവാൻ, അതിൻ്റെ ഓരോ മാനേജീരിയൽ പെർഫോമൻസിനെയും ഇവാലുവേഷൻ നടത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടേക്കിംഗ് എ ഗുഡ് ലുക്ക് അറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. Another prime objectives of transfer pricing aims to achieve to measure the international trade scenario. The pricing should be in tune with the import and export standards and should be accurately measured. The transfer pricing prices should be such that they will not distort the international trade figures. International trade ഫിഗേഴ്സിനെ എന്ത് ചെയ്യാം? ഒരു ഭംഗം വരുത്തുന്ന രീതിയിലാവരുത് നമ്മുടെ ഇവിടെ പ്രൈസിങ് നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഷിഫ്റ്റിംഗ് ഓഫ് പ്രോഫിറ്റ് ആണ്. Profit shifting is aimed at reducing the tax liability in a particular country. Okay, this can be achieved by reducing profit artificially. നമ്മൾ പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ട് ടാക്സ് കുറക്കുവാൻ വേണ്ടി നമുക്ക് സഹായകമാകുന്നു. ഇറ്റ് ഈസ് ഓൾസോ ഇമിഡിയറ്റ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ദി പ്രൊഡക്ഷൻ സോ ദാറ്റ് ദി പ്രോഫിറ്റ് ആർ കോൺസെൻട്രേറ്റഡ് ഇനഫ് ഇൻ ദി റീജിയൻ വേർ ദി പ്രൊഡക്ഷൻ ഓഫ് ദി ഗുഡ്സ് ഈസ് അണ്ടർടേക്കൻ. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയ സ്ഥലത്ത് തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കൃത്യമായിട്ട് അവിടെ തന്നെ കോൺസെൻട്രേഷൻ നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ആണ്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് മെത്തേഡാണ്. ദാറ്റ് ഈസ് അണ്ടർ ദിസ് മെത്തേഡ് ദി സെല്ലിംഗ് ഡിവിഷൻസ് ട്രാൻസ്ഫർ ദി ഗുഡ്സ് അറ്റ് എ പ്രൈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് മീൻസ് എന്താണ്? വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് പ്ലസ് അലോക്കേറ്റഡ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് മെത്തേഡാണ് ഒന്നാമത്തെ മെത്തേഡ് വരുന്നത്. ഇനി രണ്ടാമത്തത് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡാണ്. മൊത്തം കോസ്റ്റിൻ്റെ കൂടെ സെർട്ടൈൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് അണ്ടർ ദിസ് മെത്തേഡ് എ ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ഫിക്സ്ഡ് ബൈ ആഡിങ് എ പ്രോഫിറ്റ് മാർജിൻ ടു ദി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഒരു പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുന്നു. ദി പ്രോഫിറ്റ് മാർജിൻ ഈസ് എയ്തർ എസ് പെർസെൻറ്റേജ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ്. സെയിൽസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്താവാം പെർസെൻറ്റേജ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ബേസ് ചെയ്ത് കൊണ്ടുമാകാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഇവിടെ രണ്ടാമത്തെ മെത്തേഡ് വരുന്നത്. ഇനി തേർഡ് മെത്തേഡ് മാർജിനൽ കോസ്റ്റ് മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഓർ സർവീസ് അറ്റ് ദി മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് ബൈ ദി സെല്ലിംഗ് ഡിവിഷൻ. മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവില്ല. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റിനെ മാത്രം, മാർജിനൽ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ് മാർജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡാണ്. It is in this method the transfer price is based on standard cost. The standard costs are determined by the management in advance on a scientific analysis. ഒരു സയൻറ്റിഫിക് അനാലിസിസിലൂടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ഫിക്സ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡാണ്. It is under this method goods and services are transferred by the selling division at opportunity cost. That is opportunity cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ maximum price that the buying divisions would be willing to buy, the minimum price that the selling division would be willing to accept. ഓക്കെ, സെല്ലിംഗ് ഡിവിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മിനിമം പ്രൈസും ഇനി ബൈയിങ് ഡിവിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന മാക്സിമം എമൗണ്ടും വെച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് പ്രൈസ് മെത്തേഡാണ്. ദിസ് ഇസ് മെത്തേഡ് ഓഫ് യൂസിങ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ബൈ സെല്ലിംഗ് ഡിവിഷൻസ് ഫോർ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഓഫ് ഇറ്റ്സ് ഗുഡ്സ് ഓർ സർവീസസ്. ദറ്റ് ഈസ് ദി പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് പ്യൂർലി ഓൺ ദി ബേസിസ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സിസ്റ്റമാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നെഗോഷിയേറ്റഡ് പ്രൈസ് മെത്തേഡാണ്. അതായത് ദി ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ നെഗോഷിയേറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് എ മ്യൂച്വലി അഗ്രീഡ് പ്രൈസസ് അറൈവ്ഡ്. രണ്ടാളുകൾ തമ്മിലും ഒരു നെഗോസിയേഷൻ നടത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു ഡിസിഷനിലെത്തുന്നു. ഇറ്റ് ഈസ് അറ്റ് ദിസ് മ്യൂച്വലി അഗ്രീഡ് പ്രൈസ് ദി ഗുഡ്സ് ഓർ സർവീസസ് ആർ ട്രാൻസ്ഫേർഡ്. ഈ ഒരു മ്യൂച്വലി അഗ്രീഡ് പ്രൈസിന് എന്ത് ചെയ്യുന്നു? ഗുഡ്സും സർവീസും ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമാണ് നെഗോഷിയേറ്റഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആംസ് ലെങ്ത് മെത്തേഡാണ്. അതായത് ആംസ് ലെങ്ത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓർ പ്രൈസ് ദാറ്റ് വുഡ് ബി ചാർജ്ഡ് ഓർ വുഡ് ഹാവ് ബീൻ ചാർജ്ഡ് ഫോർ ദി സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസ് വെർ ക്യാരിഡ് ഔട്ട് വിത്ത് അൺറിലേറ്റഡ് പാർട്ടീസ് അണ്ടർ സിമിലർ കണ്ടീഷൻ. സിമിലർ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? ഇത്തരം പ്രൊഡക്റ്റിന് സെയിം പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്ന എന്താണ് എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ടിനെ നമ്മൾ ചാർജ് ചെയ്യുന്നതിനെയാണ് ആംസ് ലെങ്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് ദി എമൗണ്ട് ഓഫ് പ്രൈസ്, എമൗണ്ട് ഓർ പ്രൈസ് ദാറ്റ് വുഡ് ബി ചാർജ്ഡ് ഓർ വുഡ് ഹാവ് ബീൻ ചാർജ്ഡ് ഫോർ ദി സെയിം പ്രോഡക്റ്റ് ഓർ സർവീസ് ഇഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസ് വെർ ക്യാരിഡ് ഔട്ട് വിത്ത് അൺറിലേറ്റഡ് പാർട്ടീസ് അണ്ടർ സിമിലർ കണ്ടീഷൻ. നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത പാർട്ടീസാണ്, പക്ഷെങ്കിൽ അവർ സിമിലർ കണ്ടീഷനിൽ ചാർജ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസ് നമ്മൾ ഈടാക്കുന്നു.
ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡ്യുവൽ പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അണ്ടർ ദിസ് മെത്തേഡ് ദി സെല്ലിംഗ് ഡിവിഷൻ ഈസ് ക്രെഡിറ്റഡ് അറ്റ് ദി ഔട്ട്സൈഡ് സെല്ലിംഗ് പ്രൈസ് ഓർ വിത്ത് ആൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് എ മാർക്കപ്പ് ടു ദി ഫുൾ കോസ്റ്റ് ആൻഡ് ബൈയിങ് ഡിവിഷൻ ചാർജ്ഡ് വിത്ത് ദി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബൈയിങ് ഡിവിഷൻ ചാർജ് ചെയ്യുന്നു, ഫുൾ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ ഒരു മാർജിൻ ആഡ് ചെയ്തുകൊണ്ട് സെയിലും നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് ഡ്യുവൽ പ്രൈസ്. രണ്ടാളും രണ്ട് രീതിയിലാണ് പ്രൈസിങ് നൽകുന്നത്, രണ്ടും ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കുന്നതിനെയാണ് ഡ്യുവൽ പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ് എൻ ഈസി ഇവാലുവേഷൻ ഓഫ് ഡിവിഷണൽ പെർഫോമൻസ്. ഓരോ ഡിവിഷണൽ പെർഫോമൻസിൻ്റെയും ഈസി ആയിട്ടുള്ള ഇവാലുവേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ഇറ്റ് മാക്സിമൈസസ് ദി എഫേർട്സ് ടുവാർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എഫേർട്സുകളെ മാക്സിമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. തേർഡ് വൺ, ഇറ്റ് പ്രൊമോട്ട്സ് എ ഹെൽത്തി ഇൻ്റർ ഡിവിഷണൽ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡിവിഷനുകൾ തമ്മിലുള്ള ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നാലാമത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് പോളിസി ഡിസിഷൻ പെർട്ടൈനിങ് ടു എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ആൻഡ് ക്ലോസിംഗ് ഡൗൺ ഓഫ് ദി ഡിവിഷൻ എക്സെട്ര. ഓരോ ഡിവിഷനെ കുറിച്ചും അതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ചും അതേപോലെ തന്നെ കോൺട്രാക്ഷനെ കുറിച്ചും കൃത്യമായിട്ടുള്ള സഫിഷ്യൻ്റ് ഇൻഫർമേഷൻ ടോപ്പ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഈസ് പോസിബിൾ. ഓക്കെ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ പോസിബിൾ ആണ് ഇതുകൊണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ആറാമത്, ഇറ്റ് ആക്ട് ആസ് എ മെഷറിംഗ് റോൾ ടു ചെക്ക് സപ്ലയേഴ്സ് പ്രൈസ്. സപ്ലയേഴ്സിൻ്റെ പ്രൈസ് മെഷർ ചെയ്യാനുള്ള ഒരു റോളായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. മനാമ കമ്പ്യൂട്ടർ ലിമിറ്റഡ് ഹാസ് ടു ഡിവിഷൻസ്, ബീറ്റ ആൻഡ് തീറ്റ. ബീറ്റ പ്രൊഡ്യൂസേഴ്സ് എ കമ്പ്യൂട്ടർ സർക്യൂട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് in the finished product of beta. The cost of producing the circuit are variable cost of rupees 40 per circuit and fixed cost of rupees 10. The part is sold in the highly competitive computer market for rupees 70 per circuit. Until now, theta divisions bought 60% of the output of beta division at a negotiated price of rupees 65 per circuit. But because of our emphasis on divisional welfare rather than the company welfare, a new transfer pricing method must be developed. Suggestion was to add 35% of the total cost of the circuit when transferring to the theta division. Another suggestion was to use the variable cost of rupees 40 per circuit in arriving at a transfer price. You are required using the above information and suggestion to determine the gross profit per finished unit for theta division according to the negotiated market price cost plus variable cost and dual pricing principle of transfer pricing. Pertinent data of theta division in addition to the transfer price of the circuit, there are additional processing and marketing cost of rupees 100 per unit. The selling price of the finished product of theta division is rupees 200 per unit. ഇത്രയും ഡാറ്റയാണ് തന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ് മെത്തേഡ് പ്രകാരം പ്രൈസിങ് നൽകണം. ജസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കുക. തീറ്റ ഡിവിഷന് സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ പറയുന്നത് 200 ആണ്. അതിൻ്റെ എന്താണ് അഡീഷണൽ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ പ്രോസസ്സിങ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ് 100 കുറച്ച് കഴിഞ്ഞാൽ 200 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, വേരിയസ് പ്രൈസിങ് ഡിസിഷൻ പ്രകാരം നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒന്നാമത് നമ്മൾ നെഗോഷിയേറ്റഡ് പ്രൈസ് പ്രകാരം എങ്ങനെയാണ് 100ൽ നിന്നും നെഗോഷിയേറ്റഡ് പ്രൈസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് അറ്റ് എ നെഗോഷിയേറ്റഡ് പ്രൈസ് ഓഫ് 65 പെർ സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 100ൽ നിന്ന് 65 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 35 പെർ യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നെഗോഷിയേറ്റഡ് പ്രൈസ് വരുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ മാർക്കറ്റ് പ്രൈസാണ് എടുക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അതായത് ഹൈലി കോമ്പറ്റേറ്റീവ് കമ്പ്യൂട്ടർ മാർക്കറ്റ് ഫോർ rupees 70 പെർ സർക്യൂട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 70 ആണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 100ൽ നിന്ന് 70 കുറച്ച് കഴിഞ്ഞാൽ 30 പെർ യൂണിറ്റ് കിട്ടും. ഇനി കോസ്റ്റ് പ്ലസ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് കോസ്റ്റിൻ്റെ കൂടെ സെർട്ടൈൻ പെർസെൻറ്റേജ് മാർജിൻ ആഡ് ചെയ്തിട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ദി സജഷൻ വാസ് ടു ആഡ് 35% ടു ദി ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് കോസ്റ്റ് പ്ലസ് വരുന്നത്. കോസ്റ്റ് ഇവിടെ മൊത്തം എത്രയാണ്? കോസ്റ്റ് മൊത്തം വരുന്നത് 40 ആണ് എന്ത് വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് 10 ആണ്. അപ്പോൾ 50 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ടോട്ടൽ കോസ്റ്റ് 50ൻ്റെ കൂടെ നമ്മൾ 35 ഇവിടെ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 50യുടെ കൂടെ 35% മാർജിൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടും? 67.5 എന്ന് കിട്ടും. അപ്പോൾ അതാണ് എന്ത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൽ 100ൽ നിന്ന് നമ്മൾ 67.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 32.5 പെർ യൂണിറ്റ് കിട്ടും. ഇനി വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 40 ആണ്. അപ്പോൾ 100ൽ നിന്നും 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അതാണ് വേരിയബിൾ കോസ്റ്റ് മെത്തേഡ് പ്രകാരം ചാർജ് ചെയ്യുന്നത്. ഇനി ഡ്യുവൽ പ്രൈസിങ് മെത്തേഡ് പ്രകാരം ഇൻ ദിസ് കേസ് ബീറ്റ ഡിവിഷൻ ചാർജ് 67.5 നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 35% ആഡ് ചെയ്തിട്ട്. ഇനി തീറ്റ ഡിവിഷൻ ചാർജ് 40 പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് തീറ്റ ഡിവിഷൻ എത്രയാണ്? 100 മൈനസ് 40 60 പെർ യൂണിറ്റ് ആണ്. അവിടെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്മൾ ദി സജഷൻ വാസ് ടു ആഡ് 35% ഓഫ് ടോട്ടൽ കോസ്റ്റ്. എനദർ സജഷൻ വാസ് ടു യൂസ് വേരിയബിൾ കോസ്റ്റ് ഓഫ് ₹40 സർക്യൂട്ട് ഇൻ അറൈവിംഗ് ദി അറ്റ് എ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഡ്യുവൽ പ്രൈസിങ് ആണ്. രണ്ട് സജഷൻ വന്നു. അവിടെ എന്താണ് ഡ്യുവൽ പ്രൈസിങ് ആണ്. ബീറ്റ ഡിവിഷൻ എന്ത് ചെയ്യുക 67.5നും ഇനി തീറ്റ ഡിവിഷൻ 60 പെർ യൂണിറ്റിലും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ പ്രൈസിങ് മെത്തേഡ് പ്രകാരം നെഗോഷിയേറ്റഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, കോസ്റ്റ് പ്ലസ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ഡ്യുവൽ പ്രൈസ്, ഇത്തരത്തിലൊക്കെ പ്രൈസിങ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഫിക്സസ് ദി ഇന്റർ ഡിവിഷണൽ ട്രാൻസ്ഫേഴ്സ് പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിവിഷൻ. The budget for division A for 2019-20 is as follows. Fixed asset 2,50,000, current asset 1,50,000, debtors 1 lakh. അതേപോലെ ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദി ഡിവിഷൻ 4 lakh. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 10. ബജറ്റഡ് വോളിയം 2 lakh യൂണിറ്റ്സ് പെർ ഇയർ. ഡിസൈഡ് ROI 28% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഡിവിഷൻ എ. ഇഫ് ദി വോളിയം ഇൻ യൂണിറ്റ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 10%, വാട്ട് വിൽ ബി ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ട്രാൻസ്ഫർ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ 2,50,000, 1,50,000, 1 lakh ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh കിട്ടും. ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 28% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തന്നത്. അപ്പോൾ അതിൻ്റെ 28% കണ്ടു കഴിഞ്ഞാൽ 5 lakhൻ്റെ 28% കണ്ടു കഴിഞ്ഞാൽ 1,40,000 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ROI കണ്ടെത്തി വെക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ 1,40,000 കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 lakh യൂണിറ്റ്സ് ആണ് നമ്മുടെ യൂണിറ്റ്സ് വരുന്നത്. ഇതിന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് 10 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 lakhs എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൽ നിന്നും ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 4 lakh ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ 24 lakh എന്ന് കിട്ടും. ഇനി അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 1,40,000 നമ്മൾ നേരത്തെ കണ്ടെത്തി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എത്ര എമൗണ്ട് ചാർജ് ചെയ്യണം എന്ന് കിട്ടും. ടോട്ടൽ എമൗണ്ട്സ് ടു ബി ചാർജ്ഡ്, അതായത് എത്ര വരും? 25,40,000 എന്ന് കിട്ടും. 25,40,000. അപ്പോൾ അതാണ് ടോട്ടൽ എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത്. ഇനി ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കണ്ടെത്താൻ ഈ ഒരു ടോട്ടൽ എമൗണ്ടിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി? ഇവിടെ വരുന്ന പെർ യൂണിറ്റ് 2 lakh ആണ്. 2 lakh കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12.7 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പ്രൈസിൽ നമ്മൾ ചെയ്തത് വേരിയബിൾ കോസ്റ്റ്, അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ്, അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേണും ആഡ് ചെയ്തു. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് സിസ്റ്റമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിറ്റർമൈൻ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് പ്ലസ് റിട്ടേൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് മൊത്തം കണ്ടെത്തി ആദ്യം നമ്മൾ വേരിയബിളും ഫിക്സ്ഡും, അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് മൊത്തം എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത് കിട്ടി. ഇനി പെർ യൂണിറ്റ് കണ്ടെത്താൻ നമ്മൾ ആ മൊത്തം എമൗണ്ടിൽ നിന്നും യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 12.7 കിട്ടി.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദി വോളിയം ഇൻ യൂണിറ്റ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 10% ആണ്. 10% എന്ത് ചെയ്തു വോളിയം ഇൻക്രീസ് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ്. മൊത്തം വോളിയം 2 lakh ആണ്, അതിൻ്റെ 10% കൂടി, അതായത് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും 20,000 വരും. അപ്പോൾ 2,20,000 മൊത്തം വരും. അപ്പോൾ വാരിയബിൾ കോസ്റ്റിൽ മാറ്റം എങ്ങനെ വരും 2,20,000 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 22 lakh കിട്ടും. അതിൻ്റെ കൂടെ ഫിക്സ്ഡ് കോസ്റ്റ് 4 lakh ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 26 lakh കിട്ടും ടോട്ടൽ കോസ്റ്റ്. അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ നമ്മൾ കണ്ടെത്തിയത് 1,40,000 ആണ്, അത് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് എത്ര വരും 27,40,000 എന്ന് കിട്ടും. ഇനി അതിൻ്റെ പെർ യൂണിറ്റ് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കാണാൻ നമ്മൾ 27,40,000 ഡിവൈഡഡ് ബൈ 2,20,000 കണ്ടു കഴിഞ്ഞാൽ 12.45 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഡ്യൂ ടു ഇൻക്രീസിങ് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ പ്രൈസ് എന്ത് ചെയ്തു റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. എത്രയായിട്ട് 0.25, അതായത് 12.7 മൈനസ് എന്ത് 12.45 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0.25 എന്ത് ചെയ്തു ഇവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ പ്രൈസ് മെത്തേഡ് പ്രകാരം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്.